നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ക്രിസ്മസിൻ്റെ ഒരു ഡെക്കറേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കളറുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 വൂളൻ ത്രെഡ് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇത് വൂളൻ ത്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. വൈറ്റും എടുത്തിട്ടുണ്ട്, റെഡും എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതേപോലൊരു മാജിക് നോട്ട് ഇടണം. മാജിക് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരു നൂലെടുത്തതിന് ശേഷം ഇതുപോലെ വെക്കുക, ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിനിടയിലേക്കൂടെ നമ്മുടെ സൂചി ഇട്ടതിന് ശേഷം ഇത് പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ ഇത് നമുക്കിതുപോലെ പിടിക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിനകത്ത് കൂടെ എടുക്കുക. നമുക്ക് ഈ നോട്ട് മാജിക് നോട്ട് എന്ന് പറയുന്നത് എത്ര വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഇതിനെ മാജിക് നോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ 2 ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ എടുക്കുക. എന്നിട്ട് പിന്നെ ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പ്രാവശ്യം സൂചി എടുക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് ഇടും. ആ സർക്കിളിനകത്തേക്ക് ഇട്ടതിന് ശേഷം വലിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ 3 നൂലുണ്ടാവും. ഇതിൻ്റെ ഫസ്റ്റത്തെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് കൂടെ മാത്രം ആദ്യം പുറത്തെടുക്കുക. പിന്നെയും 2 എണ്ണം ഉണ്ടാവും. എന്നിട്ട് പിന്നെയും എടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഈ ക്രോഷ്യോൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക. ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചസ് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് ട്രൈ ചെയ്യുക. പിന്നെയും ഡബിൾ ക്രോഷ്യാണ് വേണ്ടത്. ഒരു പ്രാവശ്യം ഇതിങ്ങനെ ചുറ്റി അതിന് ശേഷം ഇതിനകത്തേക്ക് ഇടുക. പിന്നെ അത് വലിക്കുക. എന്നിട്ട് 2 എണ്ണത്തിനകത്തേക്കൂടെ പുറത്തെടുക്കുക. പിന്നെയും 2 എണ്ണത്തിനകത്തേക്കൂടെ. ഇതുപോലെ നമുക്കൊരു 12 എണ്ണമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ മാജിക് സർക്കിൾ എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ സർക്കിളിൻ്റെ വലിപ്പം കുറഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. നന്നായിട്ട് വലിക്കുക ഇത്. അപ്പോൾ ഈ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിനകത്തല്ല ഇടേണ്ടത്. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യോൻ്റെ അകത്തേക്ക് നമ്മൾ ഇതുപോലെ ഇടുക. എന്നിട്ട് ഇത് വലിക്കുമ്പോൾ ആദ്യം ഇതിനകത്ത് കൂടെ വലിക്കുക. പിന്നെ നമ്മളിപ്പോൾ സൂചിയിൽ ഇതിനകത്ത് കൂടെ വലിച്ചിട്ട് ടൈറ്റ് ആക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ലൈനും കൂടെ മടയുന്നുണ്ട്. നമ്മൾ ഡബിൾ ക്രോഷ്യ ഓരോ ഹോളിനകത്തും 2 പ്രാവശ്യം ചെയ്യണം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് ആദ്യം ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ഇടണം. എന്നിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം ഇട്ടു. എന്നിട്ട് ഈ ഫസ്റ്റത്തതിനകത്ത് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നും കൂടെ ഇതേ ഹോളിനകത്ത് തന്നെയാണ് നമ്മൾ ഇടേണ്ടത്. 2 എണ്ണമായി. ഇനി നെക്സ്റ്റിനകത്തേക്ക് ഓരോ ഇതിനകത്തേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ഇട്ടിട്ടാണിത് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു റൗണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഇത് ഫേസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒന്ന് കുറച്ച് വലുതാക്കുക. അതിനുശേഷം ഈ നൂല്
വലിച്ചെടുക്കുക. എന്നിട്ടിത് കട്ട് ചെയ്താൽ മതി. ഇത് കുറച്ച് സിൽക്ക് പോലെയുള്ള നൂലായതുകൊണ്ട് ഞാൻ കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് ഈ സൈഡൊന്ന് കുറച്ച് കരിച്ചു കൊടുക്കും. അങ്ങനെ ആകുമ്പോഴാണ് അതവിടെ കറക്റ്റായിട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ചുറ്റിലും ഇതാക്കുക എന്നുള്ളതാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടിയും ആ ഫേസിൻ്റെ മുടീൻ്റെ ഭാഗവും വരുന്നതാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതുപോലെ ഈ ഹോളിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇത് നല്ല വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഡബിൾ ക്രോഷ്യ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ഇട്ടു, എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഹോളിനകത്തേക്ക് ഇടുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എല്ലാത്തിലും 2 പ്രാവശ്യം ഓരോ ഹോളിലും ഇടുന്നില്ല. പകരം ആദ്യത്തതിൽ 2 പ്രാവശ്യം ഇടും, പിന്നെ 1, പിന്നെ 2, പിന്നെ 1. ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു റൗണ്ട് മടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടി വരുന്ന ഭാഗമാണ് മടയേണ്ടത്. അപ്പോൾ താടി വരുന്ന ഭാഗം മടയാൻ ആദ്യം ഞാൻ ഇതിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനകത്തേക്ക് ഒന്നിടുന്ന്, അതിന് ശേഷം ഇത് രണ്ടും വലിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ചെയിൻ ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന 2 എണ്ണം വിടും. ഈ 2 എണ്ണം വിട്ടതിന് ശേഷം ഈ മൂന്നാമത്തതിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതും 5 എണ്ണം ചെയ്യണം. ഒരേ ഹോളിൽ 5 പ്രാവശ്യം. ഇത് 5 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം വിട്ടതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ഇങ്ങനെയൊന്നും എടുക്കാതെ നമ്മൾ എടുക്കുന്നതിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 എണ്ണം എണ്ണുക. അതിന് ശേഷം മൂന്നാമത്തതിലാണ് ഇത് ചെയ്യുന്നത്. ആ താടീൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ എടുത്തിട്ട് പിന്നെ ഇതുപോലെ ആക്കുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതവിടെ കംപ്ലീറ്റ് ആയി. ഇനി പിന്നെയും ഒരു ചെയിൻ ഇടുക. എന്നിട്ട് പിന്നെയും 2 എണ്ണം വിട്ട് മൂന്നാമത്തതിൽ 6 ഡബിൾ ക്രോഷ്യ. ഈ സെൻറ്ററിലുള്ളതിനെയാണ് 6 എണ്ണം ഇട്ടിട്ടുള്ളത്. അപ്പോൾ 6 എണ്ണം കഴിഞ്ഞു. ഇനി പിന്നെയും 2 എണ്ണം വിട്ടിട്ട് അടുത്തതിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് പുറത്തേക്ക് എടുത്തു. ഇതുപോലെ എന്നിട്ട് ഒരു ചെയിനും കൂടി ഇടുക. പിന്നെയും 2 എണ്ണം വിട്ടിട്ട് മൂന്നാമത്തതിൽ 5 എണ്ണം. നടുക്കത്തതിൽ മാത്രം 6 എണ്ണം മതി. ബാക്കി 2ലും 5 എണ്ണം വീതം മതി. ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 2 എണ്ണം വിട്ട് കഴിഞ്ഞിട്ട് അടുത്തതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. നമ്മുടെ താടിൻ്റെ പോർഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വൈറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട ആ ഹാറ്റിൻ്റെ ഭാഗത്തിലാണ് നമ്മളിനി ചെയ്യേണ്ടത്. അത് റെഡ് കൊണ്ടാണ് ചെയ്യുന്നത്. ഈ റെഡ് ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ഇതുപോലെ നേരത്തെ എടുത്തതുപോലെ ഒരു നൂലെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. ഇവിടെ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഓരോരോ സിംഗിൾ ക്രോഷ്യകൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇതുപോലെ എടുക്കുന്നുള്ളൂ. അതിനുശേഷം സിംഗിൾ ക്രോഷ്യയാണ്. സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതുപോലെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അത് വേണ്ട, നേരിട്ട് ഇതിനകത്തേക്ക് എടുക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ 2 നൂല് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ടത്
ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് സിംഗിൾ ക്രോഷ്യ. അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സിംഗിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഇതിങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടുന്ന് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു ചെയിൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആ തൊപ്പിക്കൊരു വാല് പോലെ ഉണ്ട്, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഇവിടെ ഇടുന്നത്. നിങ്ങൾക്ക് എത്രയാണോ അത് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാം. ഞാനിപ്പോൾ ഒരു ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ തിരിച്ചിങ്ങോട്ടേക്ക് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റ് തന്ന് ഒഴിവാക്കുക, രണ്ടാമത്തേനകത്തേക്കൂടെ ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഇനി എടുക്കുക, പിന്നെയും അതിൻ്റെ അടുത്തത് എടുക്കുക, പിന്നെ ഇതുപോലെ എടുക്കുക. ഇതുപോലെ 3 എണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് എടുക്കണം. 3 എണ്ണത്തിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ഇട്ടിട്ടുള്ളത്. അടുത്തത് ഇത് നമ്മൾ ഇടുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കുക, എന്നിട്ട് അടുത്ത ഹോളിനകത്തിടുക, എന്നിട്ട് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ 3 എണ്ണത്തിനകത്തേക്ക് കൂടെ ഒരുമിച്ചെടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇതുപോലെ വലിച്ചെടുക്കുക. അത് പിന്നെയും ഒരു പ്രാവശ്യം ചുറ്റുക, അടുത്ത ഹോളിലിടുക, എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. 3 എണ്ണം ഉണ്ടാവും, ആ 3 എണ്ണത്തിന് അകത്തേക്ക് കൂടിയും നമ്മൾ എടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്തതും അതേപോലെ തന്നെയാണ്. ഒരു പ്രാവശ്യം കൂടി എടുക്കുക, നെക്സ്റ്റ് ഹോളിനകത്തിടുന്നത്, പിന്നെ വലിച്ചെടുക്കുന്നുണ്ട്, ഈ 3 എണ്ണത്തിനകത്തേക്ക് കൂടി എടുക്കുക. ഇതിൻ്റെ തിക്നെസ് ഡിഫറൻസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സിംഗിൾ ക്രോഷ്യയും ഹാഫ് ഡബിൾ ക്രോഷ്യയും ഒരുമിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് ഇതിനകത്തേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തേതിനകത്ത് ഒരു ഡബിൾ ക്രോഷ്യ, അടുത്തതിനകത്തും ഒരു ഡബിൾ ക്രോഷ്യ, അടുത്തതിലും ഒരു ഡബിൾ ക്രോഷ്യ ഇടുക. അപ്പം 3 ഡബിൾ ക്രോഷ്യയായി. ഓരോ ഹോളിനകത്ത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഒരേ ഹോളിനകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതുപോലെ എടുത്ത് നമ്മളിപ്പോൾ ഇത്രയും അടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലെത്തുമ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി, നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഹാങ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എത്രയാണോ ഹാങ്ങിങ്ങിന് ലെങ്ത്ത് വേണ്ടത് അത്രയും ചെയിൻ സ്റ്റിച്ചസ് നമ്മൾ ഇവിടെ ഇടണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വേറെ നൂലൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരണമെങ്കിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഒന്നും ഇടാതെ നേരെ ഈ ഒരു ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ചെയ്താൽ ആ എൻഡ് ചെയ്യുന്ന ഭാഗം നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിച്ചെടുക്കുക, ഇത് കട്ട് ചെയ്താൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചത് ഇവിടെ ഉണ്ട്, അത് രണ്ടും തമ്മിൽ ഒന്ന് കെട്ടിടുക. ഇതിപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഇതുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഒരു മീശ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് മീശ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ മീശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ലെങ്ത്തിൽ നൂല് വിടുക, അതിന് ശേഷം ഒരു നോട്ട് ഇടുക, എന്നിട്ട് ഒരു 6 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഇടുന്നത്. 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യയാണ്. അത് ഞാൻ കാണിച്ചു തരാം. 1 2 3 പ്രാവശ്യം ഇതുപോലെ നൂല് ചുറ്റുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുക, എന്നിട്ട് ഒരു പ്രാവശ്യം പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് ഇത്രയും നൂലുണ്ട്. ഇനി ഫസ്റ്റത്തെ 2നകത്തേക്കൂടെ മാത്രം പുറത്തേക്ക് എടുക്കുക.
പിന്നെ നമുക്ക് ഇതാ 4 ഇവിടെ കാണാൻ പറ്റും. ഇനിയും അടുത്ത 2 ഉള്ളിലേക്കൂടെ മാത്രം എടുക്കുക. അടുത്തത് ഇനിയിപ്പോൾ 3 ഉണ്ട്. ഫസ്റ്റത്തെ 2 ഉള്ളിലേക്കൂടെ മാത്രം പുറത്തേക്ക് എടുക്കുക. ഇനി 2 ഉള്ളത്. ഇനി അടുത്ത 2 ഉള്ളിലേക്ക് എടുക്കുക. ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇനി നമ്മൾ പിന്നെയും 6 ചെയിൻ സ്റ്റിച്ച്. 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനിയും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യണം. ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ. ഇതിവിടെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ നൂല് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കുക. എന്നിട്ട് കുറച്ച് ലെങ്ത്ത് വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ഈ ഒരു ഷേപ്പാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ എക്സ്ട്രാ വെച്ച നൂലിനകത്ത് ഒരു സൂചി കോർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തുന്നി വെക്കുകയാണ് ചെയ്യുന്നത്. ആ നൂല് കൊണ്ട് തന്നെ എങ്ങനെ തുന്നണമെന്നൊന്നുമില്ല. ഇത് ഒന്ന് ടൈറ്റാക്കിയിട്ട് തുന്നി ആ ഗ്യാപ്പൊക്കെ കാണാത്ത വിധത്തിൽ തുന്നി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ മീശ. സാധാരണയായിട്ട് ഈ ക്യാപ്പിൻ്റെ ഈ അറ്റത്തായിട്ട് നമ്മളെപ്പോഴും കാണാറുണ്ട് ഒരു വൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുകൂടെ ഈ വെള്ളം ഒന്ന് ഇതുപോലെ ഒന്നെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു കെട്ടിടുന്നുണ്ട്. കെട്ടിട്ടതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതെടുത്ത് ഒരു നോട്ടിടുക. നോട്ടിടുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ടില്ല. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇത്രയും ലെങ്ത്തിലെടുത്തിട്ടുണ്ട്. പിന്നെയും ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കൂടി എടുക്കുക. ഇത് വലിക്കുക. നമ്മൾ സ്റ്റിച്ചസ് ഒന്നും ചെയ്യുന്നില്ല. വെറുതെ നൂല് കുറച്ചെണ്ണം വലിച്ച് ഒന്ന് ഇതുപോലെ ചുറ്റിയിട്ട് പിന്നെ ഇതിനകത്തേക്ക് കൂടി എടുത്തിട്ട് നൂല് പിടിച്ച് വലിക്കുക. ഇതുപോലെ നമുക്ക് ഇതെത്ര ഷേപ്പിൽ വേണോ കുറച്ച് വലുപ്പം വരെയെങ്കിൽ കുറച്ച് പ്രാവശ്യം ആക്കിയാൽ മതി. ഞാനൊരു 5 പ്രാവശ്യം ഇവിടെ ആക്കുന്നുണ്ട്. ഇനി നമ്മൾ കണ്ണ് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ണ് ഇതുപോലത്തത് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൈസ് വേണ്ടത്, ചെറിയ സൈസ് ഉണ്ടെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലുത്, നിങ്ങൾ നോക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.